ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ഫെബ്രുവരി മാസത്തിന്റെ ദിവസങ്ങളൊക്കെ മുമ്പോട്ട് കടന്നു പോവാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കൃപയിൽ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമാക്കി ഈശോ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം. കഴിഞ്ഞ മാസം നമ്മളൊരു സങ്കീർത്തനം പഠിച്ചിരുന്നു, സങ്കീർത്തനം 16. ഈ 2026 എല്ലാ മാസവും ഒരു സങ്കീർത്തനം വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കഴിഞ്ഞ മാസം നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ഈ മാസം ഫെബ്രുവരിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സങ്കീർത്തനം 32 കുഞ്ഞു സങ്കീർത്തനമാണ്. നമ്മൾ ഈ കുമ്പസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ വായിക്കുന്ന സങ്കീർത്തനങ്ങളൊന്നാണല്ലോ സങ്കീർത്തനം 51. അതുപോലെ തന്നെ കുമ്പസാരത്തിൽ ഒരുങ്ങുമ്പോഴും കുമ്പസാരത്തിന് ശേഷമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാൻ ഒരു കൃപ കിട്ടുന്ന നല്ലൊരു അഭിഷേകത്തിന്റെ സങ്കീർത്തനം 32 സങ്കീർത്തനം. ടൈറ്റിൽ ഇങ്ങനെയാണ്, മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം. അത് ഇന്ന് രാത്രി ഒന്ന് വായിക്കുക, പറ്റുമെങ്കിൽ ഇന്ന് കാണാപ്പാടം പഠിക്കുക. ഇന്ന് രാത്രി തന്നെ പഠിക്കണമെന്നില്ല, ഈ ഒരു മാസം ഫെബ്രുവരി മാസം കൊണ്ട് ഈ ഒരു 32 സങ്കീർത്തനം പഠിക്കുക. 16 സങ്കീർത്തനം നിങ്ങൾ കാണാതെ പഠിച്ചായിരുന്നോ? ജനുവരിയിൽ പറഞ്ഞിരുന്നു. ഇത് പഠിക്കണം കേട്ടോ. 32 സങ്കീർത്തനം, മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം. അതിനകത്ത് 2 വചനങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ രാത്രി. ഒന്ന് അതിന്റെ 7-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യം. ഈ സങ്കീർത്തനം വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അതങ്ങ് സ്വീകരിക്കുക. ഈ വചനമായിട്ട് അങ്ങ് സ്വീകരിക്കുക. നിങ്ങൾ ഇത് വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 32:7 ഇങ്ങനെ പറയും, കർത്താവ് നിങ്ങളെ രക്ഷിക്കും, അനർത്ഥങ്ങളിൽ ആപത്തുകളിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കും. 10-ാമത്തെ വാക്യം ഭയങ്കര സുന്ദരമാണ്, അവിടുത്തെ സ്നേഹം നിന്നെ വലയം ചെയ്യും, നിന്നിങ്ങനെ പൊതിഞ്ഞു പിടിച്ചോളും. ഈ 2 വചനങ്ങളുടെ ഒരു അഭിഷേകമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുക. അത് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇത് ചുമ്മാ അച്ഛൻ ഇപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടല്ല. ഈശോയെ, ഞാൻ ഈ വചനം പഠിക്കുമ്പോൾ, ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ ഈ 2 അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തരണേ എന്ന് പ്രാർത്ഥിക്കുക. 1, ഞങ്ങളെ രക്ഷിക്കണം ആപത്തുകളിൽ. 2, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യണം. ഈ 2 അഭിഷേകവും 2 അനുഗ്രഹവും നിങ്ങൾക്ക് ഈ 32 സങ്കീർത്തനം വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ ലഭിക്കട്ടെ. ഈശോയുടെ കൃപ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.